നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ഈ ഉപമ പറഞ്ഞു. മുന്തിരിത്തോട്ടത്തിൽ ഒരുവൻ നട്ടുപിടിപ്പിച്ച ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അതിൽ ഫലമുണ്ടോ എന്ന് നോക്കുവാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ മുന്തിരിത്തോട്ടക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിനും നിലം പാഴാക്കണം. മുന്തിരിത്തോട്ടക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ. ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. ഈശോ ചില ഉപമകൾ അല്ലെങ്കിൽ കഥകൾ പറയുന്നത് അത് ഇസ്രായേലിന്റെ ജീവിതവും നമ്മുടെ ജീവിതവുമായി ബന്ധമുള്ളത് കൊണ്ടാണ്. പഴയ നിയമത്തില് പുതിയ നിയമത്തിലും ചില മരങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും ഒക്കെ പറയുന്നത് ഇസ്രായേലുമായി ബന്ധപ്പെടുത്തിയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ അത്തിമരത്തെക്കുറിച്ച് പറയുന്നു, ചിലപ്പോൾ ഗോതമ്പ് നിലത്തെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ ബാർലിയുടെ കാര്യം പറയും, അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയും. മുന്തിരിത്തോട്ടവും അത്തിമരവുമെല്ലാം ഇസ്രായേലിന്റെ പ്രതീകങ്ങളായിട്ടാണ് ബൈബിളിൽ ചിലപ്പോഴൊക്കെ അവതരിപ്പിക്കുക. അത്തിമരത്തിന്റെ വൃക്ഷത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ സമാധാനത്തിലായിരിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. മുന്തിരിത്തോട്ടത്തിലും ഇരുന്നാലും, കാരണം യുദ്ധമുള്ള സമയത്ത് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. വീട്ടിലിരുന്നാൽ പഴയ കാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ല, ഫാനില്ല, ചൂടെടുക്കും. അപ്പോൾ ശാന്തതയ്ക്ക് വേണ്ടി ആളുകൾ അത്തിമരത്തിന്റെ നല്ല വലിയ ഇലകളാണെന്നുള്ളത്, അതുകൊണ്ട് നല്ല തണൽ തരും. അതിന് കീഴിലിരുന്നു കൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ അവർക്കുള്ളവർ വായിക്കുന്നത്. അങ്ങനെയാണ് ബർത്തലോമിയോ അല്ലെങ്കിൽ നഥാനിയേൽ എന്ന് പറയുന്ന ഈശോയുടെ ഒരു ശിഷ്യൻ അത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഫിലിപ്പോസ് ചെന്ന് അവനോട് പറയുന്നത്, ഈശോ അവനോട് പറയുന്നത്, നീ അത്തിമരത്തിന്റെ ചുവട്ടിലായിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നീ അവിടെ ഇരുന്ന് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ധ്യാനിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അത്തിമരത്തെ കുറിച്ച് പറയുന്നത് അത് 3 വർഷമായിട്ടും ഫലം നൽകുന്നില്ല. സാധാരണഗതിയിൽ അത്തിവൃക്ഷം 2ാം വർഷവും 3ാം വർഷവും ഫലം കായ്ച്ചു തുടങ്ങും. എന്നാൽ ആദ്യത്തെ 3 വർഷത്തെ ഫലങ്ങൾ സാധാരണഗതിയിൽ ആരും ഉപയോഗിക്കാൻ പാടില്ല. ബൈബിളിലെ ലേവായരുടെ പുസ്തകം 19ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങൾക്ക് ആദ്യ ഫലം ദൈവത്തിനുള്ളതാണ്, 4ാം വർഷത്തെ ഫലവും ദൈവത്തിനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫലമൊന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല. അത് 3 വർഷം വരെയുള്ളത് വെറുതെ കളയണം. 4ാം വർഷത്തേത് ആണ് പാകമായ നല്ല ഫലങ്ങൾ. അങ്ങനെ പാകമായ നല്ല ഫലങ്ങൾ 4ാം വർഷത്തേക്കുള്ളത് ദേവാലയത്തിൽ സമർപ്പിക്കുവാനുള്ളതാണ്. ദൈവത്തിന് ദേവാലയത്തിന്റെയും നടത്തിപ്പുകൾക്ക് വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെയാണ് പലതിന്റെയും ആദ്യ ഫലങ്ങൾ, ആദ്യ മൃഗങ്ങൾ, ആദ്യ മനുഷ്യര് ദൈവത്തിനെ സമർപ്പിച്ച്, മനുഷ്യരാണെങ്കിൽ കുഞ്ഞുങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് അവയെ വീണ്ടെടുക്കുന്ന പ്രത്യേക നമ്മൾ കുഞ്ഞുങ്ങളെ അടിമ വയ്ക്കുന്നതൊക്കെ അപ്രകാരമാണ്. ഇവിടെ പ്രതീകമായി വരുന്നത് ഇസ്രായേൽ ജനത്തിന് ദൈവം ആവശ്യത്തിന് സമയം കൊടുത്തു, പക്ഷേ അവർ വേണ്ടത്ര ഫലം പുറപ്പെടുവിക്കുന്നില്ല. നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ദൈവത്തോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് അവര് സിനഗോഗുകളിൽ പോകുന്നുണ്ട്, ദേവാലയങ്ങളിൽ കാഴ്ച അർപ്പിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഫലമില്ല. എന്താണ് ഫലമില്ലാത്തത്? അവര് മറ്റുള്ളവരെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കുന്നില്ല, പരോപകാര പ്രവൃത്തികൾ വ്യാപിക്കുന്നില്ല, മറ്റുള്ളവരെ വെറുപ്പോടുകൂടി സമറിയാക്കാരെ കാണുന്നു, വിജാതിയെ കാണുന്നു, പാപികളെ കാണുന്നു. അവരുടെ മാനസാന്തരമോ അല്ലെങ്കിൽ അവരുടെ നന്മയോ അല്ല അവരെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവര് ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 4ാമത്തെ വർഷമായാലും ഫലം നൽകേണ്ട സമയമാകുന്നു. ചില ബൈബിൾ വ്യാഖ്യാതാക്കള് അതിനെ ഉപമിക്കുന്നത് ഈശോയുടെ പരസ്യ ജീവിതത്തോടാണ്. 3 വർഷം ഈശോ പരസ്യ ജീവിതം നയിച്ച് ആളുകളെ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ രോഗസൗഖ്യങ്ങളും നൽകുകയും അതോടൊപ്പം തന്നെ താൻ പ്രവാചകനാണെന്ന് അല്ലെങ്കിൽ ദൈവപുത്രനാണ് എന്ന് മിശിഹായാണെന്ന് വെളിപ്പെടുത്തുന്നത് കൂടാതെ അവരവിടെ വചനം പ്രഘോഷിക്കുകയും ചെയ്യുന്നു.
പക്ഷേ മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നില്ല. 4-ാം മത്സരത്തിലാണ് അവർ ഈശോയെ ഗാൽഗുതാമലയിൽ കൊണ്ടുപോയി കുരിശിലേറ്റി കൊന്നുകളയുന്നത്. അങ്ങനെ ഫലം പുറപ്പെടുവിക്കാതെ വരുന്നത് കൊണ്ടാണ് അത്തിവൃക്ഷത്തെ ശപിക്കുന്നതായി മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുക. അതായത് നിങ്ങൾക്ക് ഇതാ 3 വർഷമായി ഫലം നൽകാത്ത ഒരു അത്തിവൃക്ഷത്തിന്റെ അടുക്കൽ തടച്ചു നിൽക്കുന്ന ഇലകളുണ്ട്. പക്ഷേ അവിടെ ചെന്ന് അതിന് ഈശോയ്ക്ക് വിശന്നപ്പോൾ അതിനോട് ഭക്ഷണം ചോദിച്ച് അതിന്റെ ഫലം തേടി ചെന്നപ്പോൾ ഫലം നൽകിയില്ല. അതായത് പ്രതീകാത്മകമാണ്. ഇസ്രായേലാകുന്ന അത്തിവൃക്ഷം 3 വർഷക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് കർത്താവിനെ കുറിച്ച് പഠിപ്പിച്ചു, പക്ഷെ നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നില്ല. ഇന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാര് നിങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്ന് മാമോദീസ നോക്കി, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകി, നിങ്ങൾക്ക് വേദപാഠം നൽകി, നിങ്ങൾക്ക് മതപരമായ പരിശീലനം നൽകി, ധാർമ്മികമായ പരിശീലനം നിങ്ങളുടെ മാതാപിതാക്കന്മാരും മതാധ്യാപകരും വൈദികരൊക്കെ നൽകി. ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ട് എന്തുമാത്രം ഫലമാണ് നിങ്ങൾ പുറപ്പെടുവിക്കുന്നത്? നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്? നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്? നിങ്ങളുടെ മക്കളോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്? നിങ്ങളുടെ അയൽവാസികളോട് നിങ്ങൾ പെരുമാറുന്നത്? നിങ്ങളുടെ സഹപ്രവർത്തകരോട് പെരുമാറുന്നത്? സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു? അതുകൊണ്ടാണ് അന്ത്യവിധിനാളിൽ കർത്താവ് ചോദിക്കുന്നത്, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു. അപ്പൊ ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ട്, ഞങ്ങൾ കുർബാന സ്വീകരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഉപവസിച്ചിട്ടുണ്ട്, എല്ലാം നല്ല കാര്യം. പക്ഷെ അതിൻ്റെ തന്നെ അതെല്ലാം ഇലകളാണ്. പക്ഷെ അത് അങ്ങനെ നിങ്ങൾ തടച്ചു വളർന്നു. പക്ഷെ ഫലമെന്താണ് പുറപ്പെടുവിച്ചത്? ഞാൻ എൻ്റെ ഭാര്യ നീ എനിക്ക് തന്നത് ഒരു മൊശകര പിടിച്ച സ്ത്രീയായിരുന്നു, അതുകൊണ്ട് ഞാൻ അവളോട് നിരന്തരം വഴക്കുണ്ടാക്കി, അവസാനം അവളെ ഞാൻ ഉപേക്ഷിച്ചു, അല്ലെ എൻ്റെ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിച്ചു. എനിക്ക് തന്നെ അപ്പൻ്റെ സ്വഭാവം ഒന്നും പറയണ്ട. അതുകൊണ്ട് അധ്യാനം ഒക്കെ മടുത്ത് പിന്നെ ഞാൻ അധ്യാനം കൊണ്ടുപോയി കുറച്ച് കാശ് കൊടുത്ത് ഒരു വൃദ്ധസദനത്തെ കൊണ്ടുപോയി ആക്കി. എനിക്ക് നീ ഓട്ടിസമുള്ള ഒരു കുഞ്ഞിനെ തന്നു, അതിനെ ഞാൻ അത് നോക്കാൻ പറ്റിയ സ്ഥാപനത്തിൽ കൊണ്ട് ഏൽപ്പിച്ച് അവിടെ കുറെ കാശ് കൊടുത്ത് ഞാൻ എന്നെ ഒഴിവാക്കി. ഇങ്ങനെ നമ്മൾ ഏൽപ്പിച്ചത് എല്ലാം നമ്മൾ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നില്ല. നമ്മൾ തഴച്ചു വളരുന്നുണ്ട്, പക്ഷേ ഫലം പുറപ്പെടുവിക്കുന്നില്ല. ഇവിടെ ഈശോ പറയുകയാണ്, ഈ കൃഷിക്കാരൻ ഉടമസ്ഥനോട് പറയുകയാണ്, നീ ഒരു ഉപകാരം ചെയ്യുക, ഇപ്പോഴും വെട്ടിക്കളയണ്ട. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനതിൻ്റെയൊക്കെ ചുവടൊക്കെ വിളച്ച് ഞാനതിന് കുറെ കൂടി മണ്ണും വളവും ഒക്കെ നൽകി ഞാൻ ഒന്നുകൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. 1 വർഷം കൂടി നമുക്ക് അവന് ഒന്ന് നീട്ടി കൊടുക്കാം. ആരാണ് ഈ കർഷകൻ? ആരാണ് ഉടമസ്ഥൻ? ഉടമസ്ഥൻ ദൈവമാണ്. ദൈവത്തിന്റെ അതിവൃക്ഷമാണ് പഴയ നിയമത്തിലെ ഇസ്രായേൽ, ദൈവത്തിന്റെ അതിവൃക്ഷമാണ് പുതിയ നിയമത്തിലെ സഭാവിശ്വാസികൾ. നമ്മളെല്ലാം ദൈവത്തിന്റെ ആ അതിവൃക്ഷങ്ങളാണ്. എന്നാൽ നമ്മൾ ഫലം പുറപ്പെടുവിക്കാതെ വരുമ്പോഴും ദൈവം വീണ്ടും ഈശോ പറയുക നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുകയാണ്. അവരിപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിലും ഞാൻ അവർക്ക് കൂടുതൽ സമൃദ്ധി കൊടുക്കാം, കൂടുതൽ ഫലപ്രസാദം കൊടുക്കാം, കൂടുതൽ വചന പ്രഘോഷണം നടത്താം. അതുകൊണ്ട് അവർ ഫലം പുറപ്പെടുവിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയിട്ട് അവസാനം നമുക്ക് ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ വെട്ടിക്കളയാം. അതിനാണ് സ്വാമി അമ്മ പറഞ്ഞത്, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഓടാൻ വയ്ക്കപ്പെട്ടിരിക്കുന്നു, ഫലം നൽകാതെ വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അതായിരുന്നു ശ്രാവകന്റെ സന്ദേശം. പക്ഷെ ഈശോ എടുത്ത നിലപാട് അതല്ല. വേണ്ട, ഇപ്പൊ വെട്ടണ്ട, അതിനെ കുറെ കൂടി വചന പ്രഘോഷണത്തിലൂടെയും കൂടുതൽ വരപ്രസാദങ്ങളും കൂടുതൽ കൃപകൾ നൽകിക്കൊണ്ട് അവർക്ക് ഒരു അവസരം കൂടി കൊടുക്കാം. അതുകൊണ്ട് ഈ വർഷം മുഴുവൻ പൂർത്തിയാക്കാൻ ദൈവം നമുക്ക് കൃപ നൽകിയെങ്കിൽ, നമുക്ക് കൂടുതൽ സമൃദ്ധി നൽകിയതെങ്കിൽ നമ്മളുടെ ഗുണം കൊണ്ടല്ല, മറിച്ച് നമ്മൾ ഒന്നുകൂടി നന്നാകുവാനായിട്ടുള്ള അവസരം ദൈവം നൽകുകയാണ്. പക്ഷേ ഒരവസരം വരും, നമ്മുടെ മരണം വരും, അല്ലെങ്കിൽ കർത്താവിന്റെ അന്ത്യവിധി വരും. നമ്മുടെ ധനവിധിയാണെങ്കിലും അന്ത്യവിധിയാണെങ്കിലും അപ്പോൾ നമ്മൾ എപ്രകാരം ഫലം നൽകി എന്നതിനെ അനുസരിച്ച് നല്ല ധാന്യങ്ങൾ കളപ്പുരകളിൽ ശേഖരിക്കുകയും ഫലം നൽകാത്ത തവിടുമൊക്കെ എല്ലാം തീരെറിയപ്പെടുകയും ചെയ്യും. അതാണ് ഈശോ നമുക്ക് നൽകുന്നതായ സന്ദേശം. അതുകൊണ്ട് നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു കഥ പറയുന്നുണ്ട്. അതായത് 2 കർഷകര് കൃഷി ചെയ്യാൻ പോയി. 2 പേരും പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാണെന്നറിയോ? മഴ പെയ്യുവാൻ വേണ്ടി. കാരണം മഴ പെയ്യാൻ മാത്രമേ നല്ല കൃഷി സ്ഥലത്ത് ഫലമുണ്ടാവുകയുള്ളൂ. ഒരാള് പ്രാർത്ഥിച്ച ശേഷം അവൻ പോയി നിലമൊരുക്കി വിത്ത് വിതച്ചു, അവന് കളകള് ഒക്കെ പറിച്ചു കളഞ്ഞു, അവിടെ നല്ല ആ നിലത്തിന് വേണ്ട വളമൊക്കെ ചെയ്തു. എന്നിട്ട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വേറെ ഇതൊന്നും ചെയ്യാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം മഴ 2 പേർക്കും കിട്ടി, ഒരാൾക്ക് മാത്രമേ ഫലം കിട്ടിയുള്ളൂ. ആർക്കാണ് ഫലം കിട്ടിയത്? അവന്റെ ഭാഗം അവന്റെ ദൗത്യം നിർവഹിച്ചവന്. 2 പേർക്കും മഴ കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തിൻ്റെതായ
മഴ നമുക്കെല്ലാം വർഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പങ്ക് നമ്മൾ വഹിക്കുന്നുണ്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്, ഈ 2024 ഞാൻ എന്ത് ചെയ്തു? ദൈവം എനിക്ക് ഒരുപാട് അവസരങ്ങൾ നൽകി, നന്മ ചെയ്യുവാനുള്ള അവസരങ്ങൾ നൽകി. ആ അവസരങ്ങൾ ഞാൻ പാഴാക്കിയോ? മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, അതെനിക്ക് ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചോ? എൻ്റെ കുടുംബാംഗങ്ങളുമായി എൻ്റെ ശത്രുക്കളുമായി രംഗപ്പെടുവാൻ എനിക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു, ഞാനത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയോ? എനിക്ക് പ്രാർത്ഥിക്കുവാൻ അവസരം നൽകി, ആരോഗ്യം നൽകി, പക്ഷേ എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുവാനായിട്ട് ഞാൻ എൻ്റെ ആരോഗ്യവും എൻ്റെ സമയവും എൻ്റെ സമ്പത്തും സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തിയോ? ഇന്ന് ഞാൻ മരിച്ചാൽ എന്നെ പറ്റി നല്ലത് കണ്ട് വിധിക്കുവാൻ ദൈവത്തിന് സാധിക്കുമോ? എന്നെ പറ്റി യോജന പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് പറയുവാനായിട്ട് ആളുകൾക്ക് ഉണ്ടാവുമോ? ചിലപ്പോൾ ഞങ്ങൾ അച്ഛന്മാർ വിഷമിക്കുന്നത് ചില ആളുകളെ ചർമ്മപ്രസംഗം പറയാൻ ഒരച്ഛനും താല്പര്യമില്ല. അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു. കാരണം ഇതിനെപ്പറ്റി പറയാനുള്ള നന്മയില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ ബൈബിൾ ഭാഗമൊക്കെ പറഞ്ഞ് മരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും. കാരണം എന്താ? നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്താലല്ലേ നല്ല കാര്യം പറയാനായിട്ട് പറ്റുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊക്കെ മരിക്കുമ്പോൾ നല്ല കാര്യം പറയത്തക്ക വിധത്തിൽ കുറേയൊക്കെ നന്മ ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ, നമ്മുടെ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ അത് നമുക്ക് തീരാ നഷ്ടമാണ് വരിക. നമുക്ക് തരുന്ന ദൈവത്തിന്റെ ഓരോ അവസരങ്ങളും നമ്മുടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത്. നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ നമ്മുടെ ഇടവകാംഗങ്ങൾക്കോ മറ്റുള്ളവർക്കോ സഹപ്രവർത്തകർക്കോ ഒക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത്, അതോ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സേവനവും പ്രതിബന്ധങ്ങൾക്കിടയിലും സന്തോഷം പകരുവാൻ സേവനം ചെയ്യുവാനായിട്ട് സാധിച്ചോ എന്ന് നമുക്ക് പുനഃപരിശോധിക്കാം. അതോടൊപ്പം തന്നെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ദൈവം പലപ്പോഴും മറ്റാളുകളിലൂടെയാണ് തൻ്റെ അനുഗ്രഹവും തൻ്റെ കൃപയും നമുക്ക് നൽകുക. നമുക്ക് ദൈവം നൽകിയ ഈ അവസരങ്ങൾ ഇനിയും കിട്ടുന്ന അവസരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് ഈ 2024 കിട്ടിയ കൃപകൾക്ക് നന്ദി പറയാം. നമുക്ക് നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തലിക്കാം. കൂടുതൽ നന്മ ചെയ്യുവാനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ, ജീവിതത്തെ നവീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ പെൻസിൽ കണ്ടുപിടിച്ചതിനെ പറ്റി പറയുന്നത്, പെൻസിൽ പഴയ കാലത്തൊക്കെ ചെറിയ കണ്ടുപിടുത്തങ്ങളാണ്. അതായത് പെൻസിൽ എഴുതാനുള്ളത് കണ്ടുപിടിച്ചു, പേപ്പറിൽ എഴുതാൻ. എന്നാൽ അതിനുശേഷം ആദ്യം ഒരൊറ്റ പരിഷ്കാരങ്ങൾ വരുത്തിയുള്ളൂ. അതെന്താണ്? പെൻസിലിന്റെ മൂട്ടിൽ ഒരു റബ്ബർ വെച്ച് പിടിപ്പിച്ചു. അതിന്റെ കാരണം പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരും. അപ്പൊ എന്ത് ചെയ്യണം? ആ റബ്ബർ ഉപയോഗിച്ച് അത് അടക്കി തിരുത്തണം, എന്നിട്ട് വീണ്ടും എഴുതണം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പശ്ചാത്തലിക്കുവാനും വീണ്ടും പുനഃപരിശോധിക്കുവാനും തിരുത്തുവാനുമുള്ള അവസരങ്ങളാണ് നമുക്ക് ഇങ്ങനെയുള്ള ഈ വർഷാവസാന പ്രാർത്ഥനകളിലെ ശുശ്രൂഷകൾ, നമ്മുടെ പുസ്തകങ്ങളൊക്കെ നമ്മളെ സഹായിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു നവീകരണത്തിനുള്ള ഈ അവസരം ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് അപേക്ഷിക്കാം. നമ്മൾ ഇന്ന് നടത്തുന്ന സ്തോത്ര കാഴ്ച നമ്മുടെ പാവങ്ങളുടെ പരിഹാരമായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ജൂബിലി വർഷത്തിന്റെ ജീവിതാരണ്യ പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ആഗ്രഹം നമ്മുടെ തന്നെ സമുദായത്തിൽപ്പെട്ട പള്ളിപ്പറമ്പിതാവിന്റെ രൂപതയിൽ നമ്മളുടെ ഇടവകയുടെ പേരിൽ ഒരു സെന്റ് മേരീസ് പള്ളി അവിടെ സ്ഥാപിക്കുന്ന വിധത്തിൽ ഈ ഒരു വർഷം നമ്മളെടുക്കുന്ന ചാരിറ്റി കളക്ഷന് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. അവിടെ ഇന്നും നാളെയും നമ്മളെടുക്കുന്ന സ്തോത്ര കാഴ്ച അതിനായിട്ടായിരിക്കും ഉപയോഗിക്കുക. നമുക്ക് ഉദാരമായിട്ട് അതിലൂടെ സേവിക്കുകയും ചെയ്യും.